ഗുഡ് മോർണിംഗ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സിന്തസിസ് മെത്തേഡാണ് സ്പട്ടറിങ്. സ്പട്ടറിങ് എന്ന് പറയുന്നത് ഒരു PVD പ്രോസസ്സാണ്. PVD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ വേപ്പറൈസേഷൻ ഡെപ്പോസിഷനാണ്. ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷനാണ് PVD എന്ന് പറയുന്നത്. ഓക്കെ, PVD പ്രോസസ്സിൽ ഒരു സോളിഡ്, അതായത് നമുക്കൊരു ടാർഗറ്റ് സോളിഡ് മെറ്റീരിയൽ ഉണ്ടാവും. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, നമ്മളൊരു എനർജറ്റിക് അയോൺ കൊണ്ട് ബൊമ്പാർഡ് ചെയ്തു, അതായത് അതിൻ്റെ മേലെ പോയിട്ട് അടിക്കുന്ന സമയത്ത് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നതാണ്, ആറ്റംസ് നമ്മൾ ഇജക്റ്റ് ചെയ്തിട്ട് ഒരു സോളിഡ് ടാർഗറ്റ് മെറ്റീരിയലിലേക്ക് വരുന്നതാണ്. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു സ്പട്ടറിങ്ങിൽ കിട്ടുന്നത്. അതായത് നമ്മൾ ഈ ഒരു ടാർഗറ്റ് മെറ്റീരിയലിൽ നിന്ന് ഒരു എനർജറ്റിക് അയോൺ അതിൻ്റെ മേലേക്ക് പാസ് ചെയ്യിപ്പിച്ചിട്ട് അവിടെ നിന്ന് നമുക്ക് അയോണിനെ തിരിച്ച് കിട്ടുന്ന, ആറ്റത്തിനെ കിട്ടുന്ന രീതിയിലുള്ളതാണ് നമ്മൾ സ്പട്ടറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തിൻ ഫിലിം ഡെപ്പോസിഷനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. തിൻ ഫിലിം ഡെപ്പോസിഷൻ അറിയുന്നതല്ലേ നിങ്ങൾക്ക്. അപ്പോൾ കോമൺ ആയിട്ട് തിൻ ഫിലിം ഡെപ്പോസിഷന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എനർജറ്റിക് അയോണും അതേപോലെ നമ്മുടെ ആറ്റവും തമ്മിൽ എനർജി, അതായത് മൊമെൻറ്റം എക്സ്ചേഞ്ചാണ് നടക്കുന്നത്. അതായത് ഇവിടെ ബൊമ്പാർഡ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളിഷൻ നടന്നിട്ടാണ് മൊമെൻറ്റം എക്സ്ചേഞ്ച് പോസിബിൾ ആവുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രാമാണ് ഈ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ആർഗൺ അയോൺസാണ് ഇതിൻ്റെ മേലേക്ക് എന്ത് ചെയ്യുന്നത്, കൊളിഷന് വേണ്ടിയിട്ട് അയക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇനേർട്ട് ഗ്യാസാണ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു ആറ്റം ഇജക്റ്റ് ചെയ്ത് പുറത്തേക്ക് വരുവാണ് ചെയ്യുക. ഇതെന്ത് ചെയ്യുന്നത്, നമുക്ക് നാനോ സൈസിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ the ejected atoms target toward substrate and they condense and get deposited on the surface of the thin film. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ നിന്ന് പാസ് ചെയ്യുന്ന ആറ്റം എന്ത് ചെയ്യും, സബ്സ്ട്രേറ്റിൻ്റെ മേലെ പോയി കണ്ടൻസ് ആയിട്ട് കിടക്കും. കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സർഫസിൽ തിൻ ഫിലിമായിട്ട് കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ തിൻ ഫിലിം സിന്തസിസിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്, സ്പട്ടറിങ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്പട്ടറിങ്ങിൽ നമുക്കറിയാം യൂസ് ചെയ്യുക നോൺ റിയാക്റ്റീവായിട്ടുള്ള അയോൺസാണ് യൂസ് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പ്ലാസ്മയായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വാക്യൂം ചാമ്പറിൻ്റെ ഉള്ളിൽ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അയോൺസ് ആയിട്ട് മാറുമെന്നറിയാം. അപ്പോൾ നമ്മൾ ആർഗണിനെയാണ് ഇവിടെ ഗ്ലോ ഡിസ്ചാർജ് അതായത് നമ്മുടെ ടാർഗറ്റ് മെറ്റീരിയലിൻ്റെ മേലെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ടാർഗറ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ നാനോ പാർട്ടിക്കിളാണോ നമുക്ക് ആവശ്യമുള്ളത്, എന്തിൻ്റെ തിൻ ഫിലിമാണോ നമുക്ക് ആവശ്യമുള്ളത്, അതാണ് ടാർഗറ്റ് മെറ്റീരിയൽ. അപ്പോൾ ടാർഗറ്റ് മെറ്റീരിയലിൻ്റെ മേലേക്ക് ആർഗണിൻ്റെ അയോൺസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പാസ് ചെയ്യിക്കുക. അപ്പോൾ അതൊരു ഡിസ്ചാർജ് ട്യൂബിലൂടെ ആയിരിക്കും. ആ ട്യൂബിൻ്റെ അകത്ത് ആർഗൺ ഉണ്ടാവും. അതിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യും. അപ്പോൾ അയോൺസ് ഉണ്ടാവും. അതിനെ എന്ത് ചെയ്യും, ഇതിൻ്റെ മേലെ കൊണ്ടുപോയി ടച്ച് ചെയ്യിപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഫിലിം കോമ്പോസിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ടാർഗറ്റിനെ ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ടാർഗറ്റ് കോമ്പോസിറ്റർ എന്ത് ചെയ്തിരിക്കണം, കറക്റ്റ് ചൂസ് ചെയ്തിട്ടായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. പ്രോപ്പർലി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ ഫിലിം കോമ്പോസിഷൻ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ കിട്ടും. ഓക്കെ, നമ്മൾ സാധാരണ യൂഷ്വലി ഫിസിക്കൽ സ്പട്ടറിങ് മെത്തേഡിൽ ടാർഗറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്തായിരിക്കണം,
എന്തായിരിക്കലുണ്ട് മെയിൻലി പിന്നെ നമ്മൾ ഡെപ്പോസിറ്റഡ് ഫിലിം ഏതാണോ ഉദ്ദേശിക്കുന്നത് ആ മെറ്റീരിയൽ തന്നെയാണ്, ആ ഒരു കോമ്പിനേഷൻ തന്നെയാണ്, കോമ്പോസിഷൻ തന്നെയാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുക, ടാർഗറ്റ് മെറ്റീരിയലായിട്ടും യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ റിയാക്റ്റീവ് സ്പട്ടറിങ് ടെക്നിക് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഈ ഓക്സൈഡ്, നൈട്രൈഡ്, കാർബൈഡ് ഇങ്ങനെയുള്ള തിൻ ഫിലിം ഡെപ്പോസിറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിയാക്റ്റീവ് സ്പട്ടറിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ പിന്നെ നമ്മൾ സ്പട്ടറിങ് ചെയ്യുന്നതിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് പിന്നെ ആർഗണിൻ്റെതും മിക്സ്ചറായിരിക്കും ഉണ്ടാവുക. ആർഗൺ, ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രോ കാർബൺ ഇതിലേതെങ്കിലും ആയിരിക്കും. അപ്പോൾ ഏതാണോ ഇവിടെയുള്ള പിന്നെ സംഭവങ്ങൾ എന്നുള്ളത്, ഓക്സിജൻ ആണെങ്കിൽ ഓക്സൈഡ് ആയിരിക്കും, നൈട്രജൻ ആണെങ്കിൽ നൈട്രൈഡ് കിട്ടും, ഹൈഡ്രോ കാർബൺ ആണെങ്കിൽ കാർബൈഡ് കിട്ടും. അപ്പോൾ എന്താണോ നമ്മളവിടെ ആർഗണിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കും സംഭവങ്ങൾ മാറി മാറി വരിക. പിന്നെ നമുക്ക് ഈ ഒരു കേസിൽ എന്തായിരിക്കും, നമ്മൾ സ്പട്ടറിങ് അതായത് പ്ലാസ്മേൻ്റെ അകത്ത് ഒരു റിയാക്ഷനും കൂടെ നടക്കും. അപ്പോൾ എന്നിട്ട് റിയാക്ഷനും കൂടെ നടന്നിട്ടാണ് സബ്സ്ട്രേറ്റിൻ്റെ അകത്ത് നമ്മൾ ഏതാണോ തിൻ ഫിലിം വേണ്ടത് ആ ഒരു സാധനം അവിടെ ഉണ്ടായി കിട്ടുക. ദ സബ്സ്ട്രേറ്റ് ഈസ് പുട്ട് അണ്ടർ ദ എലിവേറ്റ് ടെമ്പറേച്ചർ ടു എൻഹാൻസ് ദ റിയാക്ഷൻ. അപ്പോൾ റിയാക്ഷൻ നടക്കാനുള്ളൊരു കറക്റ്റ് ടെമ്പറേച്ചറിലോ ഈ ഒരു ഓക്സിജൻ്റെയോ അല്ലെങ്കിൽ നൈട്രജൻ്റെയോ ഹൈഡ്രോ കാർബണിൻ്റെയോ ഒക്കെ പ്രസൻസും ഉണ്ടാകും. അപ്പോൾ ഇത് റിയാക്ഷനും കൂടെ നടന്നിട്ടാണ് എന്ത് ചെയ്യുക, ആ തിൻ ഫിലിമായിട്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ in addition to thin films, nano-structured material can also be synthesized by sputtering as the material composition, thickness, homogeneity, deposition time, substrate, temperature, etc. can be controlled by the method. അപ്പോൾ ഈ മെത്തേഡിൽ നമ്മൾ പിന്നെ വെറും തിൻ ഫിലിം മാത്രമല്ല മറ്റ് നാനോ പിന്നെ സ്ട്രക്ചേഴ്സ് നമുക്ക് സിന്തസിസ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമുക്ക് പിന്നെ ചെയ്യുന്ന സമയത്ത് മെറ്റീരിയലിൻ്റെ കോമ്പോസിഷൻ, തിക്നെസ്, ഹോമോജനിറ്റി, ഡെപ്പോസിഷൻ ടൈം, സബ്സ്ട്രേറ്റ്, ടെമ്പറേച്ചർ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മെത്തേഡിൽ കൺട്രോൾ ചെയ്യാനും പറ്റും. അപ്പോൾ മാറ്റി മാറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനും പറ്റും. ഓക്കെ. അപ്പോൾ ഇതിൽ സ്പട്ടറിങ്ങും ഒരു ട്യൂബിനകത്ത് വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ സ്പട്ടറിങ് ചെയ്യേണ്ട പിന്നെ ഇത് ഉള്ളിലേക്ക് കടക്കും. പിന്നെ വാക്വം സിസ്റ്റമാണ്. അതേപോലെ ഇതിൽ നമ്മൾ രണ്ട് പിന്നെ ടെർമിനലിൻ്റെ ഇടയിൽ നമ്മൾ ഹൈ ടെമ്പറേച്ചർ ഹൈ വോൾട്ടേജ് കൊടുക്കും. ആ സമയത്ത് അവിടെ അയൺസ് ഉണ്ടായി വരും. അങ്ങനെയാണ് പിന്നെ സ്പ്ലട്ടറിങ് നടക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് പറയാൻ പോകുന്നത് സ്പട്ടറിങ്ങിൻ്റെ ഗ്ലോ ഡിസ്ചാർജ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഗ്ലോ ഡിസ്ചാർജ് ടെക്നിക് എന്ന് പറയുന്നത് ഈ ഒരു ടെക്നിക്കിൽ പോസിറ്റീവ് അയൺസാണ് നമ്മൾ സ്പട്ടറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലോ ഡിസ്ചാർജ് യൂണിറ്റ് കൺസിസ്റ്റ് ഓഫ് ഗ്ലാസ് ട്യൂബ് ഫിൽഡ് വിത്ത് സ്പട്ടറിങ് ഗ്യാസ് and electrode inside the discharge tube. When potentially supplied, gas ionizes and glow discharge appears. അപ്പോൾ ഗ്ലോ ഡിസ്ചാർജ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് അയൺസാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ പോലെ തന്നെയുള്ള സെറ്റപ്പാണ്. അപ്പോൾ ഇവിടെ ഗ്യാസ് അയണൈസ് ആകുമ്പോൾ ഗ്ലോ ഡിസ്ചാർജാണ് നടക്കുന്നത് മാത്രം. ഓക്കെ. പിന്നെ പല ടൈപ്പുള്ള ഗ്യാസ് ഡിസ്ചാർജുകൾ ഉണ്ട്. അതായത് പിന്നെ രണ്ട് ഇലക്ട്രോണിൻ്റെ ഇടയിൽ നമ്മൾ കൊടുക്കുന്ന ഏത് തരം ഗ്യാസാണുള്ളത്, പിന്നെ എന്താണ് ഗ്യാസിൻ്റെ പ്രഷറും അപ്ലൈഡ് വോൾട്ടേജും ഇലക്ട്രോണിൻ്റെ കോൺഫിഗറേഷനൊക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ഡിഫറെൻറ്റ് കൈൻഡ്സിൽ നമുക്ക് എന്ത് ചെയ്യുക, ഗ്യാസ് ഡിസ്ചാർജസ് കിട്ടും. ഓക്കെ. അപ്പോൾ പിന്നെ നമ്മൾ ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺസിൻ്റെ ഇടയിൽ ലോ പ്രഷറിൽ ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ആണ് നമുക്ക് എന്ത് ചെയ്യുക, ഗ്ലോ ഡിസ്ചാർജ് കിട്ടുക. ഓക്കെ. ഇപ്പോൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ദ ഐ വി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്ലോ ഡിസ്ചാർജ്. ഗ്ലോ ഡിസ്ചാർജിൻ്റെ ഐ വി കറണ്ട് വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇനീഷ്യലി വോൾട്ടേജ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക്, പിന്നെ ദർ ഈസ് നോ അപ്രീഷ്യബിൾ ഇൻക്രീസ് ഇൻ കറണ്ടിൽ ഇൻക്രീസ് ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ ഒരു മിനിമം വോൾട്ടേജ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് വിളിക്കുക. ആ സമയത്ത് പിന്നെ
കറണ്ട് റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ അവിടെ എന്ത് ചെയ്യുന്നില്ല, വോൾട്ടേജിൽ ഒരു ചേഞ്ചസും ഉണ്ടാവാതെയാണ് കറണ്ട് ഇത്രയും പിന്നെ എന്ത് ചെയ്യുക ഇൻക്രീസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ആ ഒരു ഇതിനെ നമുക്ക് ഡൗൺ സെൻഡ് ഡിസ്ചാർജ് എന്ന് വിളിക്കാം. ആ ഒരു ഇതിനെ ബ്രേക്ക് ഡൗണിനെ നമുക്ക് ഡൗൺ സെൻഡ് ഡിസ്ചാർജ് എന്ന് വിളിക്കാം. ഇനി കറണ്ട് പിന്നെയും ഇൻക്രീസ് ചെയ്യുമ്പോൾ പിന്നെ എന്ത് ചെയ്യും, അഡീഷണൽ കാരിയേഴ്സ് ക്രിയേറ്റ് ചെയ്ത് വരും. എന്നിട്ട് നമ്മൾ പിന്നെ ഈ ഒരു ഡിസ്ചാർജ് നെഗറ്റീവ് റെസിസ്റ്റൻസ് കാണിക്കും. അപ്പോൾ വോൾട്ടേജ് എന്തായിരിക്കും അവിടെ കുറവായിരിക്കും. ഈ ഒരു റീജിയനെ നമ്മൾ ട്രാൻസിഷൻ റീജിയൻ എന്ന് വിളിക്കും. വീണ്ടും കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് പിന്നെ അടുത്ത സെക്കൻഡ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് റീജിയനിലേക്ക് പോകും. അതിനെ നമ്മൾ നോർമൽ ഗ്ലോ എന്നാണ് പറയുക. ഇനി വീണ്ടും നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഒരു സർട്ടൈൻ ലെവലിന് മേലേക്ക് പോകുമ്പോൾ പിന്നെ കറണ്ട് ഇൻക്രീസ് ചെയ്യാതെ തന്നെ വോൾട്ടേജ് നല്ല ഹൈയിൽ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. ഈ റീജിയനെ നമ്മൾ അബ്നോർമൽ ഗ്ലോ റീജിയൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ ഒരു റീജിയനിൽ പിന്നെ സ്പട്ടറിങ് വർക്ക് നടക്കുക ഈ ഒരു റീജിയനിലായിരിക്കും. പിന്നെ കറണ്ട് പിന്നെയും ഇൻക്രീസ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് പിന്നെ വോൾട്ടേജ് അബ്രംപ്റ്റ്ലി ആയിട്ട് ഡ്രോപ്പ് ആകുന്നത്, അതായത് കുറയുന്നത് കാണാൻ പറ്റും. അങ്ങനെയാണ് ഒരു ഡിസ്പ്ലേ എന്താണ് ഡിസ്ചാർജ് ട്യൂബ് ഒരു ആർക്ക് ഫോമിലേക്ക് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു IV ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഒരു ഗ്രാഫാണ് വരച്ചിട്ടുള്ളത്, വോൾട്ടേജും കറണ്ടും തമ്മിൽ. ഫസ്റ്റ് എന്ത് ചെയ്യുക, 10⁻⁹, 10⁻⁵, 10⁻⁸. ആദ്യം എന്തുണ്ടാവുന്നു, കൂടി ഒരു കോൺസ്റ്റൻറ്റ് റീജിയൻ ഉണ്ടാകുന്നു, അതാണ് ഡൗൺ സെൻഡ് ഡിസ്ചാർജ് റീജിയൻ. പിന്നെ ഒരു കുറവാണ് വരുന്നത്, അത് ട്രാൻസിഷൻ റീജിയൻ ആയിരുന്നു. പിന്നെ ഒരു കോൺസ്റ്റൻറ്റ് ആയിട്ട് പോകുന്നതാണ്, അത് നോർമൽ ഗ്ലോ ആണ്. പിന്നെ ഒരു ഹൈ ഇൻക്രീസ് ആണ് ഉണ്ടാകുന്നത്, അതാണ് അബ്നോർമൽ ഗ്ലോ. പിന്നെ ആർക്ക് ഡിസ്ചാർജ് ഉണ്ട്. ഈ അബ്നോർമൽ ഗ്ലോയിലാണ് നമ്മൾ എന്ത് നടക്കുന്നത്, സ്പട്ടറിങ് പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, പിന്നെ അതാണ് ആർക്ക് ഡിസ്ചാർജാണ് ലാസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു IV ക്യാരക്ടറിസ്റ്റിക്സും സ്പട്ടറിങ് എന്താണെന്നുള്ളതും ഒക്കെ ഒന്ന് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കാം. ഓക്കെ, അടുത്തതാണ് പൾസ്ഡ് ലേസർ ഡെപ്പോസിഷൻ, PLD, പൾസ്ഡ് ലേസർ ഡെപ്പോസിഷൻ. അപ്പോൾ ഇതും ഒരു ഡെപ്പോസിഷൻ മെത്തേഡാണ്. തിൻ ഫിലിം ഡെപ്പോസിഷനും പിന്നെ നാനോ മെറ്റീരിയൽ സിന്തസിസിനും ഒക്കെ വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈ പവർഡ് പൾസ്ഡ് ലേസർ ബീം എന്ത് ചെയ്യുന്നത്, നമ്മളൊരു വാക്വം ചാമ്പറിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ടാർഗറ്റ് ഏതാണോ ടാർഗറ്റ് മെറ്റീരിയൽ അതിലേക്ക് സ്ട്രൈക്ക് ചെയ്യിപ്പിച്ചിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കോമ്പോസിഷൻ വേപ്പറൈസ് ചെയ്തിട്ട് ടാർഗറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ സ്പട്ടറിങ് പോലെ തന്നെയാണ്, ഒരു ഡെപ്പോസിഷൻ മെത്തേഡ് തന്നെയാണ്. പക്ഷേ എന്താണ് ഇവിടെ നേരത്തെ നമ്മൾ അവിടെ ആർഗൺ, അതായത് അയണൈസ്ഡ് ഗ്യാസിൽ അയണിനെ കൊണ്ടായിരുന്നു ബൊമ്പാർട്ട്മെൻറ്റ് ചെയ്തെങ്കിൽ ഇവിടെ നമ്മൾ പൾസ്ഡ് ലേസർ ബീമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദ ഡെപ്പോസിഷൻ ടേക്സ് പ്ലേസ് ഇൻ അൾട്രാ ഹൈ വാക്വം ഇൻ ദി പ്രസൻസ് ഓഫ് സം ബാക്ക്ഗ്രൗണ്ട് ഗ്യാസസ് ഓഫ് സർട്ടൈൻ പ്രഷർ. ഒരു സർട്ടൈൻ പ്രഷറിലുള്ള കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഗ്യാസസിൻ്റെ പ്രസൻസിലായിരിക്കും ഈ ഒരു പിന്നെ ഡെപ്പോസിഷൻ നടക്കുന്നത്. പിന്നെ അതേപോലെ ആർഗണ് അങ്ങനെയുള്ള ഗ്യാസസ് ആണ് നമ്മൾ ഈ ഡിസൈഡ് പ്രഷറിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെപ്പോസിഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, ഫിലിം ഡെപ്പോസിഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് റിയാക്റ്റീവ് ഗ്യാസസും കൂടെ യൂസ് ചെയ്യാം, ഓക്സിജൻ നൈട്രജൻ ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഡെപ്പോസിറ്റ് ചെയ്യുന്ന മെറ്റീരിയൽ ഓക്സൈഡോ നൈട്രൈഡോ അങ്ങനെയുള്ള മെറ്റീരിയൽസായി മാറും. നേരത്തെ കേസ് തന്നെ, പക്ഷേ സോഴ്സ് ലേസർ ആവുന്നത് മാത്രം. പിന്നെ നമ്മൾ ഇത് മെയിൻലി വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഡെപ്പോസിഷൻ ടെക്നിക്കാണ്. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു പിന്നെ മെറ്റീരിയലാണ് YBa3Cu3O7 എന്ന് പറയുന്നത്. അതായത് ഒരു മൾട്ടി എലമെൻറ്റ് ഓക്സൈഡാണിത്. പിന്നെ അതായത് നൈട്രേറ്റ്സ്, മെറ്റാലിക്, മൾട്ടി ലേയേഴ്സ്, വാരിയസ് സൂപ്പർ ലാറ്റിസസ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഇതൊരു പിന്നെ എന്താണ് നമ്മളെ പിന്നെ
ബാരിയം അല്ലേ, കുപ്രൈറ്റ്സ് പഠിച്ചിട്ടില്ലേ നിങ്ങൾ മറ്റേ ഇതിൻ്റെ അത് സൂപ്പർ കണ്ടക്ടിവിറ്റിയിൽ. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസൊക്കെ സിന്തസിസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു യൂസ്ഫുൾ മെത്തേഡാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ PLDയുടെ ബേസിക് സെറ്റപ്പിൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൊട്ടേറ്റിംഗ് ഡിസ്ക് ഉണ്ടാവും, പിന്നെ ഒരു ടാർഗറ്റിംഗ് മെറ്റീരിയൽ ഉണ്ടാവും, പിന്നെ റൊട്ടേറ്റിംഗ് ഡിസ്ക് ഒരു സിലിണ്ട്രിക്കൽ റോഡിൽ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ എന്തായിരിക്കും, അത് റൊട്ടേഷൻ മോഷനിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പിന്നെ ഇതിൻ്റെ ആക്സിസിൽ അതേപോലെ അപ്പ് ആൻഡ് ഡൗൺ മോഷനും പോസിബിളാണ്. പിന്നെ ഇത് ഈ ഒരു നമ്മൾ എന്താണ് പൾസ്ഡ് ലേസർ ഡെപ്പോസിഷനെ നമുക്ക് 4 സ്റ്റേജായിട്ട് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. ഒന്ന് ലേസർ അബ്ലേഷനാണ്, അതായത് പിന്നെ ടാർഗറ്റ് മെറ്റീരിയലിൽ എന്ത് ചെയ്യുന്നത്, ആ ഒരു മെറ്റീരിയലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലാസ്മ ക്രിയേറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഫസ്റ്റ്. അപ്പോൾ ലേസർ അബ്ലേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നെ ഈ സോളിഡ് സർഫസിൽ നിന്ന് ഒരു മെറ്റീരിയലിനെ നമ്മൾ പിന്നെ ലേസർ ബീം ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫസ്റ്റ്. അപ്പോൾ ഒരു ലോ ലേസർ ഫ്ലക്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ മെറ്റീരിയൽ ഹീറ്റ് ചെയ്തിട്ട് പിന്നെ ലേസർ എനർജി അബ്സോർബ് ചെയ്തിട്ട് ഇവാപ്പറേറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുക. പിന്നെ ഒരു ഹൈ ലേസർ ഫ്ലക്സിൽ എന്താണ് മെറ്റീരിയൽ പ്ലാസ്മയായിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ ദ ലേസർ പെനിട്രേഷൻ ഡെപ്ത് ഡിപ്പെൻഡ്സ് ഓൺ ലേസർ വേവ് ലെങ്ത് ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ടാർഗറ്റ് മെറ്റീരിയൽ. അപ്പോൾ ലേസർ എത്രത്തോളം ഇതിൽ പെനിട്രേറ്റ് ചെയ്യുന്നുള്ളത് ലേസറിൻ്റെ പിന്നെ വേവ് ലെങ്ത്തിനും അതേപോലെ നമ്മളെ ടാർഗറ്റ് മെറ്റീരിയലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനും അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തത് ഡൈനാമിക്സ് ഓഫ് പ്ലാസ്മ. ഫസ്റ്റ് പ്ലാസ്മ ക്രിയേറ്റ് ചെയ്തു, പിന്നെ പ്ലാസ്മേൻ്റെ ഡൈനാമിക്സ് ആണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇജക്റ്റ് ചെയ്ത സാധനങ്ങൾ എന്ത് ചെയ്യും, സറൗണ്ടിങ്ങിലുള്ള വാക്വത്തിലേക്ക് പിന്നെ പ്ലാസ്മേൻ്റെ ഫോമിലേക്ക് മാറി വരികയാണ് ചെയ്യുക. പ്ലാസ്മേൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ ആറ്റംസും മോളിക്യൂൾസും ഇലക്ട്രോൺസും അയോൺസും ക്ലസ്റ്റേഴ്സും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് പിന്നെ ഇവിടെ ഇതിൽ വാക്വത്തിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അടുത്തത് എന്ന് പറയുന്നത് ഡെപ്പോസിഷൻ ഓഫ് അബ്ലേഷൻ മെറ്റീരിയൽ ഓൺ ദി സബ്സ്ട്രേറ്റിൻ്റെ അകത്ത് നമ്മൾ മെറ്റീരിയൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് അടുത്ത പ്രോസസ്സ്. പിന്നെ ന്യൂക്ലിയേഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് ദ ഫിലിം ഓൺ ദി സബ്സ്ട്രേറ്റ്. അപ്പോൾ ഫസ്റ്റ് ഒരു സാധനം വന്ന് പിന്നെ ഡെപ്പോസിറ്റ് ചെയ്തു, പിന്നെ അതിൻ്റെ മേലെ കുറച്ചായിട്ട് എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുക. ഒരു ഫിലിം പോലെ അതിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഡയഗ്രം എന്ന് പറയുന്നത്. ഇപ്പോൾ ടാർഗറ്റ് ഉണ്ട്, ലേസർ വന്ന് ഇതാവുന്നുണ്ട്. പിന്നെ ഇതൊരു വാക്വം ചാമ്പറാണ്, സർക്കുലർ ഫോമിലാണുള്ളത്. പിന്നെ അത് സബ്സ്ട്രേറ്റ് ഉണ്ട്, ലേസർ ബീം വന്നടിച്ച് അവിടുന്ന് പുറത്തേക്ക് വന്ന് അത് മറ്റേതിലേക്ക് പോയി ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് പിന്നെ കൺസെപ്ച്വലി സിമ്പിളാണ്. പിന്നെ നമ്മൾ എന്താണ് ഈ ഒരു ടാർഗറ്റിൻ്റെ അതേ പിന്നെ കോമ്പോസിഷനിലുള്ള വേപ്പർ ആയിരിക്കും ഉണ്ടാവുക. ആ വേപ്പർ ആയിരിക്കും അവിടെ എന്ത് ചെയ്യുക, വേപ്പറൈസ് ചെയ്ത് കിട്ടുക നമുക്ക്. പിന്നെ വേഴ്സറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനി മെറ്റീരിയൽ ക്യാൻ ബി ഡെപ്പോസിറ്റഡ് ആൻഡ് ഡെപ്പോസിഷൻസ് റേറ്റ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ അഡ്ജസ്റ്റിംഗ് ദ ലേസർ പൾസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഡെപ്പോസിറ്റിൻ്റെ റേറ്റ് മാറ്റാൻ പറ്റും. പിന്നെ പല മെറ്റീരിയലും നമുക്കിതേപോലെ എന്ത് ചെയ്യാം, ഡെപ്പോസിറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് വേഴ്സറ്റൈൽ എന്ന് പറയുന്നത്. പിന്നെ ഫാസ്റ്റാണ്, നമുക്ക് ക്വാണ്ടിറ്റി, അതായത് സാമ്പിൾസിൻ്റെ ക്വാണ്ടിറ്റി ഹൈ ക്വാണ്ടിറ്റിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്രോത്ത് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതേപോലെ സ്കെയിലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ പ്രൊഡക്ഷൻ, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വോളിയം ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി, അതായത് ലാർജ് സ്കെയിലിൽ നമുക്കിത് എന്ത് ചെയ്യാം, പ്രൊഡക്ഷൻ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് നിങ്ങൾ 2 മെത്തേഡ് ഈ ഒരു ക്ലാസ്സിൽ കേട്ടിട്ട് എഴുതുക, പിന്നെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.